നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭർത്തൃപീഡനങ്ങളെ തുടർന്ന് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഏറ്റുമാനൂരിലെ ഷൈനി കുര്യന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കായി ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുപോയി. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ രോഷം അണപൊട്ടി ഒഴുകിയ സാഹചര്യത്തിലാണ് മൃതദേഹങ്ങൾ ഷൈനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. ഷൈനിക്കൊപ്പം മക്കളായ ലീന, ഇവാന എന്നിവരുടെ മൃതദേഹങ്ങളാണ് 3 ആംബുലൻസുകളിലായി തൊടുപുഴയിലെ ചുങ്കംപള്ളിയിലേക്ക് കൊണ്ടുപോയത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസും മൂത്ത മകനും അടക്കമുള്ളവർ എത്തിയിരുന്നു. ഇതോടെയാണ് നാട്ടുകാരുടെ രോഷം നോബിക്കെതിരെയായത്. പലരും ശാപവാക്കുകളുമായി ഇയാൾക്കെതിരെ തിരിഞ്ഞു. കണ്ണീരിൽ കുതിർന്നായിരുന്നു പലരുടെയും പ്രതികരണങ്ങൾ. മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റാൻ നാട്ടുകാർ തയ്യാറായില്ല. ഇതോടെ പോലീസുകാരാണ് മൃതദേഹങ്ങൾ വീട്ടിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റിയത്. ഭാര്യയും മക്കളും മരിച്ചാൽ എന്താ, അവൻ സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കട്ടെ, അവൻ കൊണ്ടുപോയി തിന്നട്ടെ എന്നിങ്ങനെ പറഞ്ഞു രോഷത്തോടെയായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു. എല്ലാ കണ്ണുകളിലും നിരാശയും രോഷവുമായിരുന്നു. ഷൈനിയും മക്കളും അനുഭവിച്ച ദുരിതം ഓർത്തായിരുന്നു പലരും നോബിക്കുമേൽ ശാപവാക്കുകൾ ചുരിഞ്ഞത്. ദുരിതങ്ങളെ തുടർന്നാണ് ഭർത്തൃവീട്ടിൽ നിന്നും ഷൈനി പടിയിറങ്ങിയത്. എവിടേക്കാണോ അവർ തിരികെ ചെല്ലരുതെന്ന് ആഗ്രഹിച്ചത് അവിടേക്ക് തന്നെ തിരികെ അന്ത്യയാത്രയ്ക്കായി കൊണ്ടുപോയി. ഭർത്താവ് നോബി ലൂക്കോസിന്റെ ഗാർഹിക പീഡനങ്ങളെ തുടർന്നായിരുന്നു ഷൈനി ഭർത്തൃവീട് വിട്ടിറങ്ങിയത്. സ്വന്തം വീട്ടിലെ ഇടവകയിൽ അടക്കാതെ ഷൈനിയെയും മക്കളെയും ഭർത്താവിന്റെ ഇടവകയായ തൊടുപുഴയിലെ ചുങ്കംപള്ളി ഇടവകയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്യുക. അന്ത്യശുശ്രൂഷയ്ക്കായി വേട്ടക്കാർക്കിടയിലേക്ക് തന്നെ ഇവരെ തള്ളിവിടുന്നതിൽ വലിയ എതിർപ്പ് ജ്ഞാനായ സമൂഹത്തിലുണ്ട്. അത്രയ്ക്ക് ദുരിതം ഷൈനി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നേരിട്ടിരുന്നു. ഏകമകനെ ഉപയോഗിച്ചാണ് ഭർത്തൃവീട്ടുകാർ ഇതിന് സാഹചര്യം ഒരുക്കിയത്. ഷൈനിയുടെ ഇടവകയായ കാരിത്തോസ് പള്ളി സെമിത്തേരിയിൽ അടക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ മകനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർത്തൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കംപള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം പൊതുസമൂഹത്തിൽ കടുത്ത എതിർപ്പ് ഉയർന്ന സംഭവത്തിൽ ചുങ്കംപള്ളിക്കാർ ആദ്യം കുറികൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ഇതിന് സമ്മതം അറിയിച്ചു. മകളും കൊച്ചുമക്കളും നഷ്ടമായ വേദനയിൽ തകർന്നിരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ കടുംപിടുത്തത്തിന് നിന്നതുമില്ല. എന്നാൽ നാട്ടുകാരുടെ രോഷം പ്രദേശത്ത് അണ പൊട്ടുകയും ചെയ്തു. മൂത്തമകനെ രംഗത്തിറങ്ങി ഷൈനിയെ ജീവിച്ചിരുന്ന കാലത്തും വീട്ടുകാർ ദ്രോഹിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ തന്നെയാണ് നടന്നത്. ഒറ്റയ്ക്ക് പെൺമക്കളെ പോറ്റാൻ കഴിയുന്നതിനെ ഓർത്ത് ആദ്യകൊണ്ടാണ് ഷൈനി മക്കൾക്കൊപ്പം ജീവൻ ഒടുക്കിയത്. മികച്ചൊരു ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വെറുതെയാകുന്ന അവസ്ഥയുണ്ടായി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു. പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നു. മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബ വഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് അവർ നീങ്ങിയത്.